നമസ്കാരം. എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ, ജ്യോതിഷം അല്ലെങ്കിൽ മനസ്സിന്റെ ശക്തി എന്നിവയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ലളിതമായി മനസ്സിലാക്കാം. നിങ്ങളുടെ പ്രധാനപ്പെട്ട ചിന്തകളും വികാരങ്ങളും വിശ്വാസങ്ങളും ചേർന്നാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് എന്നാണ് ആകർഷണ നിയമം പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്നല്ല ഇതിനർത്ഥം. മറിച്ച് നിങ്ങൾ എന്തിലാണോ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത് സത്യമാണെന്ന് വൈകാരികമായി വിശ്വസിക്കുകയും ചെയ്യുന്നത്, അതിനെ നിങ്ങൾ ആകർഷിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ഒരു കാന്തം പോലെയാണ്. നിങ്ങൾ ഏതവസ്ഥയിലാണോ നിൽക്കുന്നത്, അത് ഭയമാണെങ്കിലും വിശ്വാസമാണെങ്കിലും ഇല്ലായ്മയാണെങ്കിലും സമൃദ്ധിയാണെങ്കിലും അതിനെ തന്നെയാകും നിങ്ങൾ വീണ്ടും വീണ്ടും ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുക. ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇതാണ്: വെറുതെ പോസിറ്റീവായി ചിന്തിച്ചാൽ മാത്രം മതി, എല്ലാം താനേ നടന്നോളും. ഇത് സത്യമല്ല. വെറും ചിന്തകൾ കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കുമായിരുന്നെങ്കിൽ എല്ലാ ദിവസവും പോസിറ്റീവ് കാര്യങ്ങൾ പറയുന്ന അഫർമേഷൻസ് എല്ലാവരും ഇന്ന് സമ്പന്നരും സന്തോഷവാനുമാകുമായിരുന്നു. പക്ഷേ നിങ്ങളുടെ വാക്കുകളും ഉള്ളിലെ വികാരങ്ങളും തമ്മിൽ ചേർച്ചയില്ലാതെ വരുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ പരാജയപ്പെടുന്നത്. ആകർഷണ നിയമം യഥാർത്ഥത്തിൽ 4 ഘട്ടങ്ങളിലായാണ് പ്രവർത്തിക്കുന്നത്. 1. ചിന്ത. നിങ്ങൾ സ്ഥിരമായി എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു. 2. വികാരം. നിങ്ങൾ ഉള്ളിൻ്റെ എന്തനുഭവിക്കുന്നു. 3. വിശ്വാസം. എന്ത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. 4. പ്രവൃത്തി. നിങ്ങൾ സ്വാഭാവികമായി എന്തു ചെയ്യുന്നു. ഇവ 4ഉം ഒരേ ദിശയിൽ വരുമ്പോൾ മാത്രമേ മാനിഫെസ്റ്റേഷൻ ശക്തമാകൂ. ഉദാഹരണത്തിന്, എനിക്ക് ധാരാളം പണം ലഭിക്കുന്നുണ്ട് എന്ന് പുറമേ പറയുകയും എന്നാൽ ഉള്ളിൽ പണത്തെക്കുറിച്ച് ഭയവുമാണെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്നത് 2 വ്യത്യസ്ത സന്ദേശങ്ങളാണ്. അതുകൊണ്ട് ഫലം ലഭിക്കാൻ വൈകുന്നു. ചിലർക്ക് വളരെ വേഗത്തിൽ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടെന്നാൽ അവർ ആഗ്രഹങ്ങളെ സംശയത്തോടെ നോക്കാറില്ല. അവർ ജീവിതത്തെ വിശ്വസിക്കുന്നു. അവർ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നു. അവരുടെ ഉപബോധമനസ്സ് അവരെ പിന്തുണയ്ക്കുന്നു. ജ്യോതിഷപരമായി നോക്കിയാൽ വ്യാഴം, ചന്ദ്രൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ശക്തമായി നിൽക്കുന്ന സമയത്ത് മാനിഫെസ്റ്റേഷൻ എളുപ്പമാകാറുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കമന്റ് ചെയ്യൂ: മാനിഫെസ്റ്റേഷനിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അടുത്ത വീഡിയോയിൽ കാണാം.